കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ വച്ചിരുന്നു. ഗോകുൽ, അന്ന് ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ 2-3 ഫോണൊക്കെ പിടികൂടിയതാണ്. ഇത് ആരുടെ ഫോണാണ് എന്ന് പിടികിട്ടിയോ ഗോകുൽ? അശ്മി, ആ വക വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. നേരത്തെ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം, ജയിലിലേക്ക് ചില നിരോധിത പുകയില വസ്തുക്കളും മദ്യവും ഒക്കെ വലിച്ചെറിയൽ തുടങ്ങിയ കേസുകളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ കർശനമായ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. ആ ഘട്ടങ്ങളിൽ ഈ പറഞ്ഞതുപോലെ നിരവധി മൊബൈൽ ഫോണുകളും പുകയില വസ്തുക്കളൊക്കെ പിടികൂടുകയും ചെയ്തിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങളുടെ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളുടെ ഇടവേളകളിൽ ഇപ്പോൾ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നൊരു മൊബൈൽ ഫോൺ പിടികൂടിയിരിക്കുകയാണ്. സ്മാർട്ട് ഫോണാണ്, സിം കാർഡോട് കൂടിയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് പിടികൂടിയിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ 2ാം ബ്ലോക്കിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആരുടേതാണ് എന്ന് മനസ്സിലായിട്ടില്ല. തിങ്കളാഴ്ചയായിരുന്നു, കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം ഏകദേശം 4:20 കൂടിയിട്ടായിരുന്നു ഈ ഫോൺ പിടികൂടിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ട് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നേരത്തെയൊക്കെ പുറത്തു വന്ന വാർത്തകൾ നമുക്കറിയാമായിരുന്നു. പുറമേ നിന്ന് ജയിലിനകത്തേക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ 1000 മുതൽ 2000 രൂപ വരെ കൂലി ഒക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. മറ്റു ജയിലുകളൊന്നും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ കർശനമായ പരിശോധനകൾ നടത്തുകയും പല സാധനങ്ങൾ പിടികൂടുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഒരു 5-6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പം ഇത്തരത്തിലൊരു മൊബൈൽ ഫോൺ പിടികൂടിയതുമായി ബന്ധപ്പെട്ട വാർത്ത കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.